ഇതേ ടോപ്പിക്കിനെ പറ്റി, അതായത് ഒരു ഡൗറി എത്രത്തോളം നമുക്ക് പ്രോബ്ലമാറ്റിക് ആവുന്നു നമ്മുടെ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ അത് എത്രത്തോളം ഇഷ്യൂസ് കോസ് ചെയ്യുന്നു എന്ന് അതിനെപ്പറ്റി കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ ഒരു യങ്ങർ ഒരു വ്യൂ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് കിട്ടാനായിട്ട് നമ്മുടെ കൂടെ ഇപ്പം വെരി ന്യൂലി മാരിഡ് ആയ ഒരു കപ്പിളുണ്ട്. ഇവരെ നമ്മുടെ വ്യൂവേഴ്സിന് ചേച്ചിയെങ്കിലും കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും. എന്നാലും വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ദം. ലിജ ജോസഫ് ഞങ്ങളുടെ ചേച്ചിയാണ്. ചേച്ചി ഒരു എന്റർപ്രണർ ആണ്. ആൻഡ് ചേട്ടായി ആംജോ ജോസ്, ചേട്ടായി ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണ്. അപ്പം ഇവര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വെരി റീസെന്റ് മാരിഡ് ആണ്, ഒരു 1-2 months ഉണ്ടായിട്ടുള്ളത്. അപ്പം എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, അതോ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പം സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റ്യൻ, ഡൗറി എന്ന് പറഞ്ഞൊരു സാധനത്തിനെ പറ്റി നിങ്ങൾ മാരേജ് പ്രപ്പോസൽ നടക്കുന്ന സമയത്ത് ചോദിക്കുവോ, അല്ലെ അതിനെപ്പറ്റി എന്തെങ്കിലും ചേട്ടയുടെ സൈഡിൽ നിന്നും ചേട്ടയുടെ ഫാമിലിയുടെ സൈഡിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു? ഡൗറിനെ പറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക ഇൻഡിവിജ്വൽസിനെ വെച്ചിട്ട് അത് എന്താ പറയുക എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചില ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഡൗറി ഇറ്റ്സ് ലൈക്ക് ഇത്ര വേണം എന്നൊരിത് വെക്കും. പക്ഷെ എന്താ പറയുക ഞങ്ങളുടെ ഒരു ഫാമിലി അനുസരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടുകാരാണെങ്കിലും ഞാനാണെങ്കിലും ഡൗറി എന്ന ഒരു കൺസെപ്റ്റിന് ഒട്ടും പ്രൊമോട്ട് ചെയ്യാത്ത ഒരു ഇതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ സ്ത്രീ ഒരു ധനമാണ്. അപ്പം അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളത് എടുക്കേണ്ടത്. അല്ലാണ്ട് ഈ ഒരു എന്താ മണി എന്ന ഒരു മാറ്ററിലേക്ക് പോകുമ്പോഴത്തേക്കും അതിന്റെ ഒരു എൻറ്റയർ മീനിങ് അത് മാറിപ്പോകും. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിനോട് ഐ എം ടോട്ടലി അഗെയിൻസ്റ്റ് ഇറ്റ്. സോ അങ്ങനെ ഒരു ഡിസ്കഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ശരിക്കും ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ്, ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയേണ്ടത്. കാരണം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ചിലപ്പം ഗ്രൂംസ് ഫാമിലിയും ഗ്രൂമും ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കുറെ പ്രോബ്ലംസ് സോൾവ് ആവും, ഓട്ടോമാറ്റിക്കലി സോൾവ് ആകും കുറെയൊക്കെ. അതേസമയം നമുക്കറിയാം ഈക്വലി റെസ്പോൺസിബിൾ ആണ് ബ്രൈഡിന്റെ ഫാമിലിയും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഇവര് ചോദിച്ചില്ല നമുക്കറിയാം, എന്നാലും നിങ്ങളുടെ സൈഡിൽ നിന്ന്, അതായത് ഞങ്ങൾ എത്ര കൊടുക്കും അല്ലെങ്കിൽ എത്ര വേണം, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡൗറി റിലേറ്റഡ് ഒരു ടോക്ക് നിങ്ങളുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു? ഡൗറി റിലേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇപ്പൊ ജോയിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് ചിലരിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മളൊരു അറേഞ്ച്ഡ് മാരേജ് വരുമ്പോ നമുക്കറിയില്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, അവർ ചോദിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഒബ്വിയസ്ലി ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് വിടാനുള്ളപ്പോ അവളുടെ പാരന്റ്സ് അവര് ചോദിക്കുമായിരിക്കും, അതാണ് നാട്ടു നടപ്പ് എന്നുള്ളൊരിതില് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഇതില് സംസാരിച്ചിട്ടുണ്ട്. ഡൗറി എന്നുള്ള രീതിയിലല്ല, എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ജോയുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് അങ്ങനെയുള്ള ഒരു മാറ്ററിനെ കുറിച്ചിട്ട് അവരത് ബോധർ ചെയ്തിട്ടേ ഇല്ല. അവരതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവൻ ഞാനാണെന്നുണ്ടെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ചോദിക്കാനുള്ള ഒരു ഇതില്ല, ചോദിക്കേണ്ട ആവശ്യവും വന്നിട്ടില്ല. ഞങ്ങളുടെ തമ്മിലുള്ള അറേഞ്ച്ഡ് മാരേജിന്റെ പല പല ചടങ്ങുകളുണ്ടല്ലോ, ആ സ്റ്റേജിലൊന്നും ഇങ്ങനെ ഒരു ടോപ്പിക്ക് അവിടെ വന്നിട്ടില്ല. അപ്പൊ എന്നാലും എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാതെ ചോദിക്കാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോയോടൊന്ന് ചോദിക്കുമോന്ന്. അപ്പൊ ജോനോട് ചോദിച്ചപ്പോ ജോ പറഞ്ഞത്, നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോ നിന്നെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് നിന്റെ പപ്പയ്ക്കും മമ്മിക്കും എന്തെങ്കിലും നിനക്ക് തന്നു വിടണമെങ്കിൽ അത് നിനക്ക് തന്നു വിടുന്നത് നീ വെച്ചോളൂ, അല്ലാതെ അത് എന്റെ വീട്ടിലോട്ട് അല്ലെങ്കിൽ ഇത്രയും കൊണ്ടുവന്നാലേ എന്റെ വീട്ടിൽ നീ മരുമോളാവുള്ളൂ എന്നോ എന്റെ ഭാര്യ ആവുള്ളൂ എന്നോ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇവിടെ ഇല്ല, നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഒരു 30 seconds ടോക്ക് അത്രേ ഉണ്ടായിട്ടുള്ളൂ ഇതിനെ മൊത്തമായിട്ട്. അതും ഡൗറിനെ കുറിച്ചിട്ടല്ല, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം. അതിലപ്പുറം ഇത്രയും കാര്യത്തില് ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. ശരിക്കും ഭയങ്കര ഒരു എക്സാമ്പിൾ ആക്കേണ്ട ഒരു കാര്യം തന്നെ അത്. ശരിക്കും ഐ മീൻ ഇത് എന്താ പറയാ, ഒരു സം പോയിന്റ് ദ ഹോൾ മാരേജിന്റെ ഒരു കാര്യം തന്നെ ഡൗറിയിലോട്ട് നാരോ ആയി പോകുന്ന ചില സിറ്റുവേഷൻസ് വരുമ്പോൾ അത് ഒട്ടും ഒരു എന്താ പറയാ ഒരു ഫാക്ടറി അല്ല എന്ന് വെക്കുന്നത് അത് ശരിക്കും ഒരു എന്താ പറയാ ഒരു വെരി ഇമ്പോർട്ടന്റ്. അപ്പം ഇപ്പൊ പറഞ്ഞു അവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 30 seconds
ടോക്ക് അത്രേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും വന്നിട്ടില്ല. പക്ഷെ നിങ്ങളായിട്ട് ഞങ്ങൾ ഇത്ര കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര കൊടുക്കണം എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തോട്ട് അങ്ങനെയും പറഞ്ഞിട്ടില്ല. മീൻസ് അങ്ങനെ നിനക്ക് ഇത്ര തരും അല്ലെങ്കിൽ നിനക്ക് ഇത്രയാണ് ഞാൻ കരുതി വെച്ചേക്കുന്നത്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചോദിച്ചില്ലേ പോലും ബ്രൈഡിന്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ പോലെ ഇത് ഭയങ്കര എന്റെ മോളെ ഞാൻ ഇത്ര കൊടുത്തേ വിടുള്ളൂ അല്ലെങ്കിൽ ഇത്ര കൊടുത്ത് എനിക്ക് വിടണം എന്നൊരു ഇത് കണ്ടുവരുന്നുണ്ട്. സോ അങ്ങനെ ഒരു തോട്ടോ അല്ലെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ എന്റെ അതായത് ഒരു പ്രസ്റ്റീജ് പ്രോബ്ലം പോലെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഷോ പോലെയോ അങ്ങനെ പറയാം. ഇപ്പം അത് ഭയങ്കര ഒരു അങ്ങനെ ഷോ ഓഫിന് വേണ്ടിയിട്ടായിട്ട് വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണേലും എന്റെ ശരിക്കും ഇപ്പം എന്താ പറയുക ചില ഫാമിലീസിലൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അതായത് ഇത്ര കൊടുത്ത് എന്താ കെട്ടിക്കണം ഇല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന കുറെ ചിന്തകളൊക്കെ ആയത് കാരണം ഒരു പ്രഷർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ തന്നെ. പക്ഷെ എന്നെ സംബന്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഇപ്പം ഡൗറി എന്നുള്ളൊരു പേര് മാറ്റിയിട്ട് ഒരു എന്താ പറയാ മോളെ സ്വന്തം മോളെ നമ്മൾ എന്താ വേറെ വീട്ടിലേക്ക് നമ്മൾ കെട്ടിച്ചു വിടുകയാണ്. അപ്പം അത്രയും കാലം നമ്മുടെ കൂടെ നിന്നിട്ട് വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് എന്താ ഒരു സ്നേഹം കൊണ്ട് ആസ് എ ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇതായിട്ട് ഇതിനെ കണ്ടിട്ട് ആ ഡൗറി എന്നുള്ളൊരു ഇതാക്കി അത് അതിനകത്ത് എൻ്റയർലി മാറ്റിവിടാം. പിന്നെ അതിൽ മാൻഡേറ്ററി ആയിട്ട് വെക്കുകയും ചെയ്യരുത്. അതായത് ഇത്ര തന്നാൽ മാത്രമാണ് നമ്മൾ ഇത് മാരേജ് നടക്കുള്ളൂ ആ ഒരു ക്രൈറ്റീരിയ എന്നുള്ള സംഭവം എൻ്റയർലി എടുത്തു കളയണം. അത് ഇപ്പൊ തന്നെ നമുക്കറിയാം. ഒത്തിരി നമ്മൾ ന്യൂസിലൊക്കെ വായിക്കാറുണ്ട്. നമ്മൾ ഒത്തിരി ഇപ്പം ഇങ്ങനത്തെ കുറെ കേസുകൾ കാണാറുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ചെറിയ ഈ ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണം അവരുടെ എൻ്റയർ ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഒത്തിരിയേറെ ഇപ്പം കൂടി വരുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഇപ്പം ചെയ്യാൻ പറ്റാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ഇതിനകത്ത് നിന്ന് മാറി കുറച്ചും കൂടി എന്താ പറയാ ആസ് എ ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ ചിന്തിക്കണം. നോട്ട് ദാൻ എന്താ പറയാ ഈ മണി അതിനേക്കാൾ ഉപരി ഈ രീതിയിലേക്ക് കുറച്ച് എത്തിക്കലായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. കുറെ പ്രോബ്ലംസ് ഒക്കെ അങ്ങനെ സോൾവ് ആകും ശരിക്കും രണ്ട് സൈഡിൽ നിന്നും. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന എല്ലായിടത്തും അബ്യൂസ് ആണ്. അപ്പം ചേച്ചിക്ക് അങ്ങനെ പറഞ്ഞാൽ ഇഫ് യു ഗോ ത്രൂ ഇറ്റ്, ചേട്ടൻ അങ്ങനെ ചെയ്തില്ല, ഇഫ് യു ഗോ ത്രൂ ഇറ്റ് ചേച്ചിന്റെ റെസ്പോൺസ് എന്തായിരിക്കും? അതായത് അറ്റ് എനി പോയിന്റ് ഇപ്പൊ ചേച്ചിയുടെ തന്നെ എക്സാമ്പിൾ എടുക്കണമെന്നില്ല. ലൈക്ക് യു ഹാവ് എ സിസ്റ്റർ. ഇപ്പൊ ചേട്ടയ്ക്കാണ് ഐ തിങ്ക് ബോത്ത് ഓഫ് ദം ഷുഡ് ബി ആൻസർ. ചേട്ടയ്ക്കാണെങ്കിൽ ഒരു സിസ്റ്റർ ഉണ്ട്. അറ്റ് സം പോയിന്റ് അതായത് കല്യാണം കഴിഞ്ഞ ഒരാളാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളാണ്. സോ അറ്റ് സം പോയിന്റ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അല്ലെ നമുക്ക് ക്ലോസ് ആയിട്ട് ഒരാൾ ഫേസ് ചെയ്യുന്ന വരുന്നു എന്ന് അറിഞ്ഞാൽ വാട്ട് വിൽ ബി യുവർ അതായത് എന്ത് ചെയ്യണം എന്നായിരിക്കും ഒന്ന് ചേച്ചിയാണ് എന്തായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നായിരിക്കും വാട്ട് വിൽ യു ടെൽ ദം? എന്റെ പേഴ്സണായിട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുവാണ് ഇപ്പൊ എന്റെ പെങ്ങൾക്ക്. ഓക്കെ, ആ വരുന്ന സമയത്ത് അവരിങ്ങനെ ഒരു ഡൗറി എന്ന കാര്യം ഡിമാൻഡ് ചെയ്യുവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ അത് അവിടെ വേറെ ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതവിടെ തീരും. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പൈസന്റെ കാര്യം വെച്ച് മാത്രം ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ഈ ഒരു പ്രശ്നം കാരണം തന്നെ ചിലപ്പോൾ ഈ പൈസ ചിലപ്പോൾ കുറച്ച് കൂടാൻ കുറയാം. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പം അവൻ എപ്പോഴും അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല, ഒരിക്കലും പറ്റില്ല നമുക്ക്. സോ ആസ് അവളെ എന്താ പറയാ നന്നായിട്ട് നോക്കാനും അവൾ എങ്ങനെയാണോ അവളെ കെയർ ചെയ്യാനും അത് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒരാളെ പറയുവാണെങ്കിൽ ആദ്യം ഒരുവട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരാളെ പറ്റി ഒരു അറ്റ്ലീസ്റ്റ് 50% മനസ്സിലാവും. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഐഡിയ കിട്ടും. പക്ഷെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എന്താ പറയാ ഇപ്പൊ ഫാമിലി ഇപ്പം ഇങ്ങനെ എന്താ പറയാ ഡൗറി എന്ന് പറയാണെന്ന് വെച്ചു, അത് കേട്ടിട്ട് ഇയാൾ വന്നിട്ട് പറയാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അത് പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് കല്യാണമാണ്. അപ്പം അവന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനമാണ്. അപ്പം അവർ രണ്ടുപേരും ജീവിക്കണ്ടേ. സോ എന്താ പറയാ ഏറ്റവും വാല്യൂ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ദ ഗേൾ ഹു ഈസ് ഗോണ മാരി അതിനുള്ള ഒരു വാല്യൂ കൊടുക്കുക. ബാക്കി കിട്ടുന്നോ കിട്ടുന്നില്ല ഇല്ലയോ അത് അവരുടെ ഇതുപോലെ അതായത് അവരുടെ സാമ്പത്തികം പോലെ അല്ലെങ്കിൽ അവരെന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇറ്റ്സ് ലൈക്ക് ഒരു ഗിഫ്റ്റ് പോലെ അവരെന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതുപോലെ വരട്ടെ എന്നുള്ളത് വെക്കുക. അല്ലാണ്ട് ഈ മണി മാറ്ററിൽ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് റോങ്. ഇതേ ഒപ്പീനിയൻ തന്നെ എനിക്കുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാല് പെൺകുട്ടികളെ എല്ലാം അതേപോലെ പഠിപ്പിച്ച് ആ ഒരു നിലയിൽ എത്തിച്ചിട്ട് അത്ര കഷ്ടപ്പെട്ടായിരിക്കും ഓരോ അപ്പനും അമ്മയും പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഡിഗ്രി വരെ പഠിക്കണമെങ്കിൽ തന്നെയും അതിന്റെ ചെലവും അതിന്റെ കോഴ്സിന്റെ ഫീസും എല്ലാം മുടക്കിയിട്ട് മോളെ പഠിപ്പിച്ച് ഒരുവിധം എല്ലാ പെൺകുട്ടികളും എന്തേലും ഒരു ജോലി കയറിയിട്ടാണ് ഇപ്പൊ കല്യാണം കഴിക്കുന്നത്.
അങ്ങനെ ഒരു പെങ്കൊച്ചിനെ കൈ പിടിച്ചു കൊടുക്കുമ്പോ അതിന്റെ കൂടെ 100 പവനും പിന്നെ കാറും പിന്നെ സ്ഥലവും എല്ലാം കൂടെ കൊടുക്കാനായിട്ട് ഒരു മാതിരി കച്ചവടം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോ അവിടെ ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവില്ല. പിന്നെ ഇപ്പൊ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ലൈഫിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇതിനെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ നീ വീട്ടിൽ നിന്ന് വന്നപ്പോ എന്താ കൊണ്ടുവന്നേ എന്നുള്ള ഒരു ചോദ്യമോ അല്ലെങ്കിൽ നീ കൊണ്ടുവന്നത് തികഞ്ഞില്ല, കൊണ്ടുവന്നതിന് ഭംഗി പോരാ, അല്ലെങ്കിൽ കുറച്ചും കൂടെ എടുത്തുകൊണ്ട് വാ എന്നൊക്കെയുള്ള ഒരു മട്ടിലുള്ള സംസാരവും അതിനെ തുടർന്നിട്ട് എന്തെങ്കിലും അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും കയ്യാങ്കളികളോ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് സഹിച്ചു ക്ഷമിച്ച് നിൽക്കാണ്ട് അവരവരുടെ പാരന്റ്സിന്റെ അടുത്ത് അവര് നിൽക്കുന്ന വീട്ടിലൊരു പാരന്റ് ഉണ്ടല്ലോ, അപ്പനുണ്ടാവും അമ്മയുണ്ടാവും അല്ലെങ്കിൽ ചേട്ടന്മാരുണ്ടോ ചേച്ചിമാരുണ്ടോ, അവരുടെ അടുത്ത് ആദ്യം കാര്യം പറയുക. അവരിടപെടുന്നില്ല, അവരും അതേ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ സ്വന്തം പാരന്റ്സിന്റെ അടുത്ത് പറയുക. എന്നിട്ട് അത്രയും ഒരു സഹിച്ച് ക്ഷമിച്ച് ജീവൻ പോകുന്നവരെ അവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് അറിയിക്കുക. അതാണ് ഇപ്പോ റീസെന്റ് നടന്ന സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോ ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതാണ് ആദ്യം വേണ്ടപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പം അബ്യൂസിനെ പറ്റി നമ്മൾ ഈ പറഞ്ഞു വരുമ്പോ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം ലൈക്ക് പെൺകുട്ടികൾ വിചാരിക്കുന്നത്, പെൺകുട്ടികളുടെ ഫാമിലി ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കല്യാണം കഴിച്ച് വിട്ട കുട്ടി തിരിച്ചു വന്ന് വീട്ടിൽ നിന്നാൽ സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നത്? അവർക്ക് പ്രശ്നമൊന്നുമില്ല, അതായത് അപ്പനും അമ്മയ്ക്കും പ്രശ്നമില്ല, അല്ലെങ്കിൽ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പക്ഷെ സൊസൈറ്റി എന്ത് ചിന്തിക്കും, നമ്മളെ പറ്റി എന്ത് പറയും എന്നൊരു പേടി, ഒരു ഫിയർ തന്നെയാണിത്. അതിന്റെ പുറത്താണ് എന്താ പറയാ പെൺകുട്ടികളും തിരിച്ചു വരാണ്ടിരിക്കുന്നതും അതിനെ പ്രൊമോട്ട് ചെയ്യാത്തതും പേരൻസ്. അപ്പൊ അതിനെ പറ്റി ഒരു തോട്ട് എന്താണ്? ലൈക്ക് what do you think? ഇങ്ങനെയൊരു സിസ്റ്റം ശരിക്കും ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇടയ്ക്കുള്ള ഒരു. ഇപ്പൊ അനു ചോദിച്ച മാതിരി ഇപ്പം പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിട്ട പെൺകുട്ടികള് മേ ബി ഇപ്പൊ 1, 2, 3 വർഷമൊന്നും കഴിയണമെന്നുണ്ടാവില്ല ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട്. അതിപ്പോ കെട്ടിച്ച് വിട്ട ഉടനെ ആണെങ്കിൽ കൂടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് വീട്ടിൽ വിളിച്ചു പറയുമ്പം സഹിച്ച് ക്ഷമിച്ച് അവിടെ നിൽക്കും മോളെ, അങ്ങനെ എന്നെ കെട്ടിച്ചു വിട്ടതല്ലേ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ തന്നെ നിർത്താണ്ട് മക്കളുടെ അടുത്ത് സംസാരിക്കുക. എന്താ മോളെ പ്രശ്നം, മോളോട് മാത്രമല്ല മരുമോനോട് സംസാരിക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പം പെൺകുട്ടികളായിട്ട് ബഹളം ഉണ്ടാക്കില്ലല്ലോ, അപ്പം പ്രശ്നം ഉണ്ടാക്കുന്നത് ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ മോനെ വിളിച്ച് സംസാരിക്കുക. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ മോനും മോളുമാണ്, രണ്ടുപേരോടും കൂടി സംസാരിക്കുക. ഇനിയിപ്പം അവരുടെ പാരന്റ്സിന്റെ അടുത്തു നിന്നാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള അവകാശവും അധികാരവും പെൺകുട്ടിയുടെ അപ്പനും അമ്മയ്ക്കും ഉണ്ട്. അപ്പൊ അവര് സംസാരിച്ചിട്ട് എന്നിട്ടൊന്നും റെഡിയാവുന്നില്ല, അവർക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ മൈൻഡ് എന്താണെന്നുള്ളത്. അത് കല്യാണത്തിന് മുന്നേ മനസ്സിലാക്കാൻ പറ്റാഞ്ഞത് വിധി എന്നേ പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ എത്ര നേരത്തെ മനസ്സിലാക്കുന്നോ അത് അത്രയും നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള റെമഡീസ് ചെയ്യുക തന്നെയാണ് എന്റെ അഭിപ്രായം ഈ കാര്യത്തിനകത്ത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ വീട്ടിലേക്ക് വരാൻ പറയുന്നതിന് മുന്നേ ആദ്യം നമുക്കത് ഒന്ന് കോംപ്രമൈസ് ആക്കാൻ പറ്റുമോ നോക്കാം, നമ്മുടെ സൈഡിൽ നോക്കുക. അല്ലാണ്ട് ചാടിക്കേറി ഒക്കെ ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും, ഓക്കെ അത് ചിലപ്പോൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാവുന്ന കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ ഇപ്പം ചാടിക്കേറി ഇപ്പം വീട്ടിലേക്ക് വാ എന്ന് പറയുന്ന അങ്ങനെ ഒരു പറയുന്നതിനേക്കാൾ നല്ലത് ആദ്യം അത് സംസാരിച്ച് തീർക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ടും ഈ സിറ്റുവേഷൻ ഭയങ്കര ബാഡായിട്ട് അങ്ങനെ പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി എന്തായാലും വീട്ടിലേക്ക് വരിക. പിന്നെ അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ടാകുന്ന ചിലപ്പോൾ അങ്ങനെ പലതും. അപ്പോൾ ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്താണ്ട് സ്റ്റാർട്ടിങ്ങില് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. പിന്നെ ഒരു പെണ്ണെന്ന രീതിയിൽ അവൾക്ക് അവിടെ ഹസ്ബൻഡായിരിക്കും ഏറ്റവും പ്രയോറിറ്റി, അതങ്ങനെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ എന്താ പറയാ ആൾക്ക് ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവളെ മെന്റലായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും എഫക്ട് ചെയ്യുമ്പം അവളത് ഒന്നെങ്കിൽ ആദ്യം അവന്റെ വീട്ടുകാരോട് പറയാൻ ശ്രമിക്കുക. എന്നിട്ട് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വന്ന് പറയണം, അന്നേരം മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാരും കൂടി ഒന്ന് സംസാരിച്ച് അതൊന്ന് കോംപ്രമൈസ് ആക്കാൻ പറ്റുമെങ്കിൽ വെൽ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക. പിന്നെ അവർക്ക് കുറച്ച് എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഇത് കൊടുക്കുക, അഡ്വൈസ് കൊടുക്കുക, അങ്ങനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ പാരന്റ്സിനോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇങ്ങനെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഡൗറി ഇത് സംഭവങ്ങളാണ്, അത് കാരണം വരുന്ന പ്രശ്നങ്ങൾ, അതാണ് നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഫോർ പാരന്റ്സ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രപ്പോസലൊക്കെ വരുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഫാമിലിനെ പറ്റി ഓവറോൾ ഐഡിയ കിട്ടാനുള്ള ഒരു ഫാക്ടർ ആയിരിക്കും
അബൌട്ട് ഡൗറി. അവര് നിങ്ങളുടെ അടുത്ത് ഒത്തിരി ഡിമാൻഡ് ചെയ്യുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ക്രോസ് തിങ്കിങ് വേണം മൈൻഡില്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം എവിടെയെങ്കിലും കുറവോ എന്തെങ്കിലും വരുമ്പോ ഈ ഒരു പ്രശ്നം കാരണം വീട്ടിലുള്ള സ്വന്തം മോൾക്ക് ആ ഒരു പ്രശ്നങ്ങൾ വരാം, അന്ന് ഒരു ബോധം അവിടെ സ്ട്രൈക്ക് ചെയ്യണം അവർക്ക്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് കുറെയൊക്കെ ഈ പ്രശ്നം ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ നോ ഗോൾഡ് വെഡിങ് ആണ് ഇപ്പം ഫേമസ് ആയിട്ട് ട്രെൻഡിങ് ആവുന്നുണ്ട്. നോ ഗോൾഡ് വെഡിങ്, അതായത് എന്താ പറയാ ജ്വല്ലറി അങ്ങനെ ഒരു സാധനം, അതായത് ഫോർ ലുക്കിംഗ് പ്രിറ്റി അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് എന്താ പറയാ ഒരു ഓർണമെന്റ് വേണം എന്നുള്ളതിന്റെ പേരിൽ മാത്രം ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഗോൾഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് വെഡിങ് നടത്തുന്ന കുറെ പേര് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം അതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചേച്ചി നോ ഗോൾഡ് വെഡിങ് നമ്മൾ ഓൾമോസ്റ്റ് നോ ഗോൾഡ് വെഡിങ് സോ അതിനോട് ചേട്ടന്റെ ഉള്ളൊരു ഒപ്പീനിയനും രണ്ടുപേരുടെ ഒപ്പീനിയൻ. ലൈക്ക് ചേച്ചി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇപ്പൊ ചേട്ടയുടെ ഫാമിലി എന്നുള്ളത് മാത്രമല്ല ഒരു ഫാക്ടർ, ചിലപ്പോ നമ്മുടെ ഫാമിലി തന്നെ അതിന്റെ എതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെ കുറെ അല്ലെങ്കിൽ അതിന്റെ കാര്യത്തിന്റെ അകത്ത് ഇപ്പൊ ഞാൻ എത്ര ഗോൾഡ് ഇടുന്നുണ്ട്, എനിക്ക് എത്ര ഗോൾഡ് എടുക്കുന്നുണ്ട്, ഇത്ര എടുക്കുന്നുള്ളൂ, അങ്ങനെയുള്ള ഒരു ചോദ്യം ഒരു സംസാരോ ജോയുടെ വീട്ടിൽ നിന്ന് ജോയുടെ പപ്പയോ മമ്മിയോ അനിയത്തിയോ ആരും എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, ഒന്നും അന്വേഷിച്ചിട്ടില്ല. പക്ഷെ ഞാന് ഇന്ന മാലയാ ഇടുന്ന മമ്മി, ഇന്നതാ ഇടുന്നത്, ഇന്ന വള വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോ ഇത് നല്ല രസമുണ്ട്, ഇതിട്ടോ, ഇതിന്റെ കൂടെ നല്ല ഭംഗിയുണ്ട്, അങ്ങനെ പറഞ്ഞ് എനിക്ക് ജോയ് ആണെന്നുണ്ടെങ്കിലും ജോയുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഫുൾ സപ്പോർട്ടായിരുന്നു. അല്ല അത് ഞാൻ പറഞ്ഞു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചിലപ്പം ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്ന് മാത്രമല്ല ഇപ്പൊ പ്രശ്നങ്ങളുണ്ടാകുന്നത്, ബ്രൈഡിന്റെ ഫാമിലി. കാരണം കുറെ പെൺകുട്ടികൾ അതും പറഞ്ഞിട്ടുണ്ട്, അതായത് ഞങ്ങൾ നോ ഗോൾഡ് വെഡിങ് പ്രിഫർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫാമിലി പറയുന്നത് അത് ശരിയാവില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ലൈഫ് എന്താ ട്രഡീഷൻ ആണ്. അതായത് കാലങ്ങളായിട്ട് ഒരു എന്താ കല്യാണം ആകുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് വെച്ചേക്കുന്ന കുറെ ചട്ടങ്ങളുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് എന്താ പറയാ ആ ഒരു റൂൾസ് ഒക്കെ ഉള്ളത് കാരണം ചിലപ്പം കുറെ ആൾക്കാർ ഫോഴ്സ് ആവുകയാണ്. ഇപ്പം എന്താ പറയാ നമ്മളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, നമുക്കിപ്പം ഇങ്ങനെ ഇപ്പം ഗോൾഡ് വേണം അങ്ങനെ ഒരു ഇതൊന്നും നമുക്ക് ഒരു മാൻഡേറ്ററി നമുക്കില്ല. പക്ഷെ അതേസമയം ഈ പണ്ടത്തെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ ഫാമിലിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവരൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഓവറോൾ ആയിട്ട് ഇങ്ങനെ നോക്കുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ബിക്കോസ് അവർ കണ്ടത് അങ്ങനെയാണ് പണ്ടോട്ടുള്ള സംഭവം. അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ കുറെ വർത്തമാനങ്ങൾ വരുമ്പോഴത്തേക്കും മൈറ്റ് ബി നമ്മുടെ പാരന്റ്സും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോ ഒക്കെ കുറെ ഫോഴ്സ്ഡ് ആയി പോകും. അതൊരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടോ അറ്റ് സം പോയിന്റ്? കാരണം എനിക്ക് ചേട്ടയുടെ സൈഡിൽ നിന്ന് ചേട്ടയ്ക്ക് അങ്ങനെ ഒരു ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല, കാരണം ഇപ്പൊ ഓൾറെഡി പറഞ്ഞവരങ്ങനെ ഇതാക്കുന്നില്ല. ചേച്ചിക്ക് തന്നെ ലൈക്ക് ഇപ്പൊ എന്താ പറയാ, ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണത്തിന്റെ തലേ ദിവസം വീട്ടിൽ വരുന്നവരെ ഓർണമെന്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് അങ്ങനെയൊക്കെ പരിപാടികൾ. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ജഡ്ജ് ചെയ്യുക എല്ലാരും. നമ്മുടെ വീട്ടിൽ, അതായത് എന്റെ വീട്ടിൽ വെച്ചിട്ട് നോക്കാറുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോ വരുന്നവരെല്ലാരെയും എനിക്ക് കൊച്ചിന് ഇത്രയും കൊടുത്താ കെട്ടിക്കുന്നേ എന്നൊക്കെ വീമ്പ് പറയാനും വേണ്ടിയിട്ട് ഒന്നും എടുത്തു വെക്കുകയോ കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്വർണം മേടിച്ചു, അത് വീട്ടിൽ വെക്കാൻ സേഫ് അല്ലാത്തതുകൊണ്ട് ലോക്കറിൽ കൊണ്ടുവച്ചു. കല്യാണത്തിന്റെ തലേദിവസം എടുത്തുകൊണ്ട് വന്നു, അത് പെട്ടിയിൽ വെച്ച് കല്യാണം കഴിഞ്ഞ് മന്ത്രോടി എടുത്ത സമയത്ത് മാത്രമാണ് സ്വർണം വാങ്ങിച്ചത് ഇട്ടത്. അതല്ലാതെ അതുവരെയുള്ള സമയത്ത് വെച്ച ബാംഗിൾസ് ആണെങ്കിലും മാലയാണെങ്കിലും കമ്മലാണെങ്കിലും എല്ലാം നമ്മുടെ എന്താ പറയാ നോ ഗോൾഡ് ആയിരുന്നു. പക്ഷെ നോ ഗോൾഡ് എന്ന് പറയുമ്പോ നിങ്ങൾ തീരെ ചെറുതായിട്ട് വിചാരിക്കരുതെന്നാണ് എനിക്ക് പറയുന്നത്. സ്വർണത്തിനെക്കാട്ടിലും കൂടുതൽ ഡിസൈനിലും കൂടുതൽ ചാമിങ്ങുമാണ് നോ ഗോൾഡ് ജ്വല്ലറീസ് പറയുന്നത്. അതിപ്പോ ഞങ്ങൾ പോയി നോക്കി സെലക്ട് ചെയ്ത് വെച്ച് നോക്കി അതിന്റെ വേറെ ഡിസൈൻ ഒക്കെ പറഞ്ഞു കൊടുത്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് അതും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അത് ഇട്ടിട്ട് ഉള്ള ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര നല്ല ഭംഗിയുള്ള ഫോട്ടോസാണ്. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ ഗോൾഡ് വേണം അല്ലെങ്കിൽ ഇത്രയും ഗോൾഡ് തന്നെ കൊടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധം ഞങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ജോയുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല, എന്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും അതൊരു ഭയങ്കര ഒരു മാൻഡേറ്റ്. കാരണം കുറെ പേര് ഇങ്ങനെ പറയുന്നത് ഗോൾഡിന്റെ അത്രയും വരുവോ അല്ലെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഇതുണ്ടാവും. അൾട്ടിമേറ്റ്ലി എന്താ പറയാ കാണുന്ന ഒരു ഇതില്ലേ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം ഗോൾഡ് തന്നെ ഇട്ടാലാണ് അതിന്റെ ഒരു ഇതൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അതായത് അവർക്ക് അത് ഓക്കെ എന്ന് വെച്ചാൽ ഓക്കെ, ഗോ ഫോർ ഇറ്റ്, അത്രേ ഉള്ളൂ. ഇതിനകത്ത് പിന്നെ മെയിൻ ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ ആൾക്കാർ ഫോഴ്സ്ഡ് ആണ്. ഇപ്പം ഞാനിപ്പോ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോ എന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അത് പറയുമ്പോൾ ഒത്തിരി പറയുമ്പോഴത്തേക്ക് എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. കാരണം അത് കുറെ മാറേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം
മൈറ്റ് ബി ഈ സൊസൈറ്റി കുറെയൊക്കെ മാറിക്കഴിഞ്ഞാല് നമുക്കും കുറച്ചൊക്കെ നോ വേൾഡ് വെഡിങ് ആയിരിക്കും ദ നോർമൽ. അതായത് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാരണവന്മാരെല്ലാം പഴയ ഒരു ചിന്താഗതിയിലുള്ളവരാ. അപ്പൊ അവര് ചോദിക്കും കൊച്ചിന് സ്വർണ്ണമൊന്നും ഇല്ലേ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കാരണവന്മാരെന്ന് പറഞ്ഞ ഇപ്പൊ ഡയമണ്ട് നെക്ലേസ് ഇട്ടാലും അവര് ചോദിക്കും അതാ കടയിൽ കിട്ടുന്ന കല്ല് വെച്ച മാലല്ലേ. അത്രയും നമ്മുടെ കാരണവന്മാര് ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ഒരു പെൺകൊച്ചു ചെല്ലുമ്പോ അവക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവിടെ എല്ലാം മാറുക. അവളെല്ലാം മൊത്തം ആ ഹസ്ബൻഡിലോട്ട് ഒതുങ്ങുവാണ്. അപ്പൊ അവളെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളാണ് ഹസ്ബൻഡ്. ഹസ്ബൻഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പാരന്റ്സും ഹസ്ബൻഡിന്റെ പാരന്റ്സും അവരുടെ സിബ്ലിങ്സും എല്ലാം വരുന്നത്. അപ്പോ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുടെ അടുത്ത് നിന്ന് അതിനെതിരായിട്ടുള്ളൊരു റെസ്പോൺസ് വരുന്നത് മനസ്സിലാകുന്ന സമയത്ത് വേണ്ടപ്പെട്ട മുതിർന്നവരെ അറിയിച്ച് ഇങ്ങനെയുള്ള ആ വരുന്ന സർക്കംസ്റ്റൻസസ് ഒഴിവാക്കുക. അതാണ് പരമാവധി നോക്കേണ്ടത്. ഇങ്ങനെ പേടിച്ച് വരച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിൽ വരെ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ എന്ന് കരുതി ഒരു ഇച്ചിരി എന്തേലും ഒരു ഇച്ചയ്ക്ക് തെറ്റുമ്പോഴത്തേനും ബഹളം ഉണ്ടാക്കണമെന്നില്ല. പക്ഷെ ഇത്രയും വലിയൊരു അബ്യൂസിന് നിന്ന് കൊടുക്കരുത്. അപ്പം നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയന്റെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളിങ്ങനെ അബ്യൂസ് അണ്ടർഗോ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആക്ഷൻ എന്തായിരിക്കും? ആക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മള് അത് രണ്ടുപേരും തമ്മിൽ സോർട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക അഡ്വൈസ് കൊടുക്കും. അതും വർക്ക്ഔട്ട് ആകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് ലൈക്ക് ഷീ ഈസ് നോട്ട് ടെല്ലിംഗ് ടു എനി വൺ അബൌട്ട് ദി മാറ്റർ. അങ്ങനെ ഒരു ഇതാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് ഒന്നെങ്കിൽ അവളുടെ പാരന്റ്സ് അല്ലെങ്കിൽ ലൈക്ക് അവളുടെ പാരന്റ്സ് അങ്ങനെയായിട്ട് അത് ആ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടി വേഴ്സ് ആകുന്നതിന് മുന്നേ അതിനൊരു സ്റ്റോപ്പ് ഇടുന്ന രീതിയിൽ അതായിരിക്കും നമ്മൾ ചെയ്യേണ്ട റൈറ്റ് തിങ് അവിടെ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ബാക്കി കുറച്ച് ആൾക്കാരും കൂടി ഈ ഒരു മാറ്ററിലേക്ക് എന്താ പറയുക ഇടപെടുന്ന സമയത്ത് അതിന്റെ തീവ്രത കുറച്ചുകൂടി കുറഞ്ഞു മൈറ്റ് ബി നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ചിലപ്പം എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ലൈക്ക് ഇപ്പോൾ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടില്ലേ അത്രയും ഒരു തലത്തിലേക്ക് എത്തിക്കാണ്ട് അതിന് മുന്നേ തന്നെ ചിലപ്പം അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമുക്ക്. അപ്പം ദ റൈറ്റ് തിങ് ടു ഡു ഈസ് ലൈക്ക് ആ ഒരു ടൈമിൽ ആരോടാണോ പറഞ്ഞിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുക ആ രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക അവള് വന്നിട്ട് ഇപ്പൊ എന്റെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഞാൻ ഒന്നും മിണ്ടാണ്ട് ഓക്കെ ഫ്രണ്ട്സ് സാരില്ല എന്ന് പറഞ്ഞിരിക്കുന്നേക്കാൾ നല്ലത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒരു സ്റ്റോപ്പ് ഇടാൻ പറ്റാവുന്ന രീതിയിലുള്ള ആൾക്കാരോട് ഇത് പറഞ്ഞ് എങ്ങനെയാവും അറിയില്ല. മൈറ്റ് ബി അതെല്ലാം കുറച്ചും കൂടി കഴിഞ്ഞ് സ്മൂത്ത് ആയിട്ട് പോകുമായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും സെപ്പറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയാവുന്ന. പക്ഷെ ബാക്കിയുള്ള കുറെ ഒരു എക്സ്ട്രീം കണ്ടീഷനിലേക്ക് ആ പെണ്ണിനെ എത്തുന്നതിനേക്കാളും നല്ലത് ഇതായിരിക്കും എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സെയിം ഒപ്പീനിയൻ തന്നെ എനിക്കും. എന്തൊക്കെ പറഞ്ഞ ഇപ്പൊ റീസെന്റ് നടന്ന കേസിലാണെന്നുണ്ടെങ്കിലും ആ കുട്ടീനെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളുടെ പാരന്റ്സിന് അമ്മയ്ക്ക് മെസ്സേജ് ചെയ്തു, ഒരു സുഹൃത്തിന് മെസ്സേജ് ചെയ്തു. പക്ഷെ അവരെല്ലാവരും ഇതെല്ലാം പറയുന്നത് അവള് മരിച്ചു കഴിഞ്ഞിട്ടാണ്. അത് അവള് പറഞ്ഞത് ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമായിരിക്കും, അവളെ എന്തെങ്കിലും ഒന്ന് സഹായിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. അത്രയും എക്സ്ട്രീം ആയിട്ടൊരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിന്റെ ആ ഒരു സീരിയസ്നെസ്സിൽ എടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയണേ. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങള് ഹസ്ബൻഡും വൈഫും ആവുമ്പോ അവരുടെ ഇടയിൽ ചെറിയ ചെറിയ വാക്കുതർക്കങ്ങളോ സൗന്ദര്യപ്പിണക്കങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും. അത് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഉണ്ടായ വഴക്കാണെങ്കിൽ 1-2 മണിക്കൂർ കഴിയുമ്പോൾ അതങ്ങ് തീർക്കേണ്ടതാണ്. എന്നിട്ടും തീരാതെ തുടർന്നു പോകുന്ന ഇത്തരം പ്രശ്നങ്ങളാണ് അവസാനം തല്ലിലും വഴക്കിലും ഇടിയും ബഹളവും ഒക്കെ ആയിട്ട് മാറുന്നത്. എന്ന് ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരാണ് അവളുടെ മേത്ത് കൈവച്ചോ തല്ലിയോ ഉപദ്രവിച്ചോ അപ്പൊ അവിടെ റിയാക്ട് ചെയ്യാനുള്ള ഒരു പക്വത എല്ലാരും കാണിക്കണം. അങ്ങനെ എന്നെ അവര് തല്ലി തല പൊട്ടിച്ചു അല്ലെങ്കിൽ കൈയൊടിച്ചു എന്നൊക്കെ ഒരു പെൺകുട്ടി വിളിച്ച് ഒരാളുടെ അടുത്ത് പറയുമ്പോ അപ്പനോടാണേലും അമ്മേനോടാണേലും സുഹൃത്തിനോടാണേലും അവരത് സീരിയസ് ആയിട്ട് എടുക്കുക. ഒരാവശ്യമില്ലാണ്ട് ഒരാളെ വന്ന് വെറുതെ തല്ലേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരു ഫോൾട്ട് അവളുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് അവളെ തിരുത്താൻ വേണ്ടി അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതല്ല ഇങ്ങനെ ഡൗറി പോലത്തെ ഒരു കേസും പറഞ്ഞിട്ട് ഭർത്താവ് ഉപദ്രവിക്കുന്ന കേസ് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആക്ഷൻ ഇമ്മീഡിയറ്റ് എടുക്കുക. ഒരു ജീവൻ എന്ന് പറയുന്നത് അതും ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന ഒരു കൊച്ചിന്റെ ജീവൻ എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു വേഴ്സ് സിറ്റുവേഷനിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മാത്രമല്ല ഇപ്പം ഡൗറിന്റെ ഇത് മാത്രമല്ല ഇപ്പം ഒരു എന്താ മെൻ ആൻഡ് വുമൻ വെച്ച് നോക്കുമ്പോൾ ഫിസിക്കലി മെൻ സ്ട്രോങ് ഓക്കെ. അപ്പം അങ്ങനെ അതൊരു എന്താ ഒരു ബോഡി നേച്ചറാണ് ആണുങ്ങളുടെ, അങ്ങനെയാണ് ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കും. പക്ഷെ അത് വന്ന് കാണിക്കേണ്ടത് ഇവിടെ അല്ല. ആക്ച്വലി അതായത് പെണ്ണെന്ന് പറയുമ്പോഴത്തേക്കും ഫിസിക്കലി മൈറ്റ് ബി ഷീൽ ബി കുറച്ച് വീക്ക് ആയിരിക്കും ഫിസിക്കലി. പക്ഷെ അല്ലാണ്ടുള്ള ഒത്തിരി കാര്യത്തിൽ ഷീ ബി വെരി സ്ട്രോങ് ദാൻ മാൻ. അതങ്ങനെയാണ് അത്. പക്ഷെ ഒരാണിന് കൈക്കരുത്ത് കാണിക്കേണ്ടത് ഇപ്പൊ ഡൗറി മാറ്റർ മാത്രം ഞാൻ പറയുന്നില്ല, അല്ലാണ്ടുള്ള എന്ത് കാര്യമാണെങ്കിലും
അങ്ങനെ കാണിക്കേണ്ട ഒരു സ്ഥലമല്ല അത്. അത് അത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് ആളുടെ ഒരു എന്താ പറയുക ഐഡന്റിറ്റി തന്നെ he should be ashamed of that. പിന്നെ ഈ ഡൗറിന്റെ കേസൊക്കെ ആയിട്ട് ഒരു പ്രശ്നം ഫാമിലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു പ്രശ്നം അതിന്റെ പേരിൽ ഒരു വഴക്ക് വന്നാൽ ഐ ഡോണ്ട് തിങ്ക് അത് പെട്ടെന്നൊന്നും തീരൂല. അത് ഇപ്പൊ തീർന്നാൽ തന്നെ വേറെ ഒരു പ്രശ്നം വരുമ്പോൾ സിറ്റുവേഷനിൽ അത് വീണ്ടും പോകും. ഈ ഒരു കാര്യത്തിലൊക്കെ കേട്ടോ പറയണേ. ഐ തിങ്ക് ഭയങ്കര ശരിക്കും ഒരു നല്ലൊരു റൗണ്ട് ഓഫ് കോൺവെർസേഷൻ ആണ് നമുക്ക് ഉണ്ടായത്. കുറെ കാര്യങ്ങൾ ഐ തിങ്ക് നമ്മള് പ്രസന്റ് ജനറേഷൻ, കാരണം ഇത്രയും നേരം നമ്മൾ സംസാരിച്ച പോലെയല്ല, അതൊരു പേരന്റ്സ് വ്യൂവിലാണ് നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടുവന്നത്. അപ്പൊ ഇപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ജനറേഷൻ ഹൗ യു ഷുഡ് ലുക്ക് ഇൻ ടു ഇറ്റ്. കാരണം പേരന്റ്സ് എപ്പോഴും കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാൻ. ബട്ട് അറ്റ് സം പോയിന്റ് നമ്മൾ നമ്മുടെ ലൈഫിൽ റെസ്പോൺസിബിൾ ആയിരിക്കണം. അതിപ്പം എന്താ പറയാ, ഈവൻ ഇഫ് യു ആർ എ ഗേൾ ഓർ എ ബോയ്, നമ്മുടെ ഡിസിഷൻ എടുക്കാൻ നമുക്ക് കേപ്പബിൾ ആയിരിക്കണം ആൻഡ് വി ഷുഡ് സ്റ്റാൻഡ് ബൈ ഇറ്റ്. അങ്ങനെ ശരിക്കും ഒരു നല്ലൊരു എന്താ പറയാ ഒരു റൗണ്ട് ഓഫ് കോൺവെർസേഷൻ ആണ്. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിനും ഇവിടെ വന്ന് നമുക്ക് സമയം സ്പെൻഡ് ചെയ്തതിനും ആൻഡ് ഓൾസോ നിങ്ങളുടെ ഇത്രയും എന്താ പറയാ വാല്യൂബിൾ ആയിട്ടുള്ള തോട്ട്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻപുട്സും നമുക്ക് വേണ്ടി ഷെയർ ചെയ്തതിന്. എസ്പെഷ്യലി ഇങ്ങനൊരു സോഷ്യൽ കോസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ സൊസൈറ്റി ഗോ ത്രൂ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് നമ്മളെല്ലാരും ഒരു വോയിസ് റേസ് ചെയ്യുക എന്നുള്ളത്. സോ അതിന് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച്.